ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു പുഷപ്പ് ട്യൂട്ടോറിയലാണ്. അതായത് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു കാര്യം കൂടിയാണ് കേട്ടോ. കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് പുഷപ്സ് എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ ആളുകളും ഒരു ഫ്രീ വർക്കൗട്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുഷപ്സ് ആണ്. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് പുഷപ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അത്രത്തോളം ഗുണങ്ങളുണ്ട്, അത്രത്തോളം പ്രാധാന്യമുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ഒരു പ്രാക്ടീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുഷപ്സ് മാത്രമോ ചെയ്ത് പോയപ്പോൾ ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു ഫ്രെയിം അല്ലെങ്കിൽ നല്ലൊരു ഫിറ്റ്നസ് ഉള്ളൊരു ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുഷപ്സ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ ബൈസപ്പ്, ട്രൈസെപ്സ് അല്ലെങ്കിൽ ലോവർ ആപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടും നല്ല രീതിയിലുള്ള വർക്കൗട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മസിൽസ് ഇതിലൂടെ ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു വർക്കൗട്ട് കൂടിയാണ് ഈ പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ പുഷപ്സുകൾ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. പക്ഷേ ഓരോന്നിലും ഇന്നതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു പറഞ്ഞ് ചെയ്യുന്നില്ല. കാരണം പുഷപ്സിന് കോമൺ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മുടെ ബോഡി ലെവലും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുന്ന പുഷപ്സിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാണെങ്കിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, കാരണം കൂടുതൽ ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വർക്കൗട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. പുഷപ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വേരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്സ് പുഷപ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഹാൻഡ് പവർ വർദ്ധിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പുഷപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തതുകൊണ്ടൊന്ന് താഴെ നോക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിങ്ങിൽ, അതായത് ഒരു പ്ലാങ്ക് പോസ്റ്റിലാണ് നമ്മൾ പുഷപ്സിന് വേണ്ടി നിൽക്കുക. പിന്നെ ഈ കൈകൾ തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ ഷോൾഡർ ലെവലായിരിക്കണം. ഷോൾഡർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം, ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അകലമായിരിക്കണം ശരിക്കും നിൽക്കുന്ന അകലം എന്ന് പറയുമ്പോൾ. ഷോൾഡർ ലെവലുള്ള കറക്റ്റ് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുക. പിന്നെ ബോഡി ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ, ഞാനിപ്പോൾ ഷൂ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് കറക്റ്റ് കാൽപാദത്തിൻ്റെ രീതിയിൽ കാണാൻ പറ്റും. ഈ കാൽപാദം ശരിക്കും ഇങ്ങനെ കുത്തനെ തന്നെ വെച്ച് നിൽക്കണം. പിന്നെ എൻ്റെ ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക, കാൽമുട്ടിൻ്റെ ഭാഗം, അതുപോലെ ഈ ഷോൾഡറിൻ്റെ ഭാഗം. നമ്മൾ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തല താഴ്ത്തിരി ചില ആളുകൾ ചെയ്യുന്ന കാണാം. അതും അല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ നിങ്ങൾ തന്നെ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ആംഗിളിൽ നിൽക്കുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ആ ഒരു ഘടന എങ്ങനെയുള്ളതെന്ന് കണ്ടില്ലേ. കഴുത്ത് വരെയുള്ള ഭാഗം സ്ട്രൈറ്റ് ആയിരിക്കും, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിഞ്ഞതുപോലെ ആയിരിക്കും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തല ഈ ഒരു രീതിയിൽ വെക്കാം. ഇതുണ്ടോ, ഈ ഒരു രീതിയിലാണ് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതി. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് കാൽമുട്ട് ഇങ്ങനെ മടങ്ങിയിട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ അരക്കെട്ട് ഇതായിട്ടില്ലേ, ഹിപ്പ് നമ്മൾ ഈ രീതിയിലായിട്ട് ഇങ്ങനെ പുഷപ്സ് ചെയ്യരുത്. കാരണം തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെയായിരിക്കും ചെയ്യുക, കാരണം ഇത് കുറച്ച് കംഫർട്ടാണ്. ഉണ്ടോ, ഇങ്ങനെ ചെയ്യരുത്. കറക്റ്റ് ഇങ്ങനെ ആവാതെ ഇങ്ങനെ ഒരുപാട് പൊന്തും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് സ്റ്റഡി ലെവലിൽ നിൽക്കുക. ഫുള്ളായിട്ട് നിവർത്തുക. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ കൈകൾ വെക്കുന്ന രീതിയാണ്. അതായത് പലരും കൈകൾ നേരത്തെ പറഞ്ഞല്ലോ ഷോൾഡർ ലെവലിൽ വെക്കണമെന്ന്. അത് ശരിക്കും കൈപ്പത്തി ശരിക്കും പുറത്തേക്കൊന്നും വൈഡാക്കിയിട്ടൊന്നും വെക്കരുത്, വിരലുകൾ വിരിച്ചൊന്നല്ല വെക്കേണ്ടത്. കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ വെക്കുക. അതായത് ഫ്രണ്ടിലേക്ക് കറക്റ്റായിട്ടുള്ള അകലത്തിൽ കൃത്യമായിട്ട് ഇതേപോലെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ വളരെ സ്പീഡിൽ ഇതുണ്ടല്ലേ ഇങ്ങനെ ചെയ്തു പോകാറുണ്ട്. പക്ഷേ നമ്മൾ അതല്ല, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതല്ല. നമ്മൾ ശരിക്കും സ്റ്റഡി ആയിട്ട് നിന്നിട്ട് കറക്റ്റ് ഇതുണ്ടോ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക പൊന്തി വരുന്ന സമയത്ത് ഷോൾഡറിൻ്റെ ലെവൽ കണ്ടില്ലേ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ കൈകൾ ഇങ്ങനെ വൈഡാക്കി പോകരുത്. ശരിക്കും ബോഡീനോട് ചേർന്നിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ മടങ്ങുകയും നിവരുകയും ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. കണ്ടോ, പിന്നെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളും തുടക്കത്തിൽ ബോഡി വെയിറ്റൊക്കെ ഓവറായിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഹാൻഡ് പവർ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഫുള്ളായിട്ട് പുഷ് ചെയ്തിട്ട് പൊന്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട്, നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ നേരത്തെ പറഞ്ഞല്ലോ, ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് നമുക്ക് പുഷപ്സ് ചെയ്യാം. അത് സിമ്പിളാണല്ലോ.
പിന്നെ കുറച്ച് 1-2 ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡൗൺ ആയിട്ടുള്ള ഏരിയയിൽ ഒരു ടേബിളിൻ്റെ മേലെയോ ഒക്കെ നിന്നുകൊണ്ട് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി താഴ്ന്ന രീതിയിൽ ഒരു ചെയറിൻ്റെ മേലെയോ അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റുള്ള സാധനത്തിലൊക്കെ നമുക്ക് പുഷപ്പ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഏറ്റവും തുടക്കത്തിൽ, അതായത് ഒട്ടും പറ്റില്ല എന്നുള്ള ആളുകൾക്കാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഹാൻഡ് പവർ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നിലത്ത് നിന്നിട്ട് സുഖമായിട്ട് 1-2 ചെയ്യാനുള്ള രീതിയിലേക്കാവും. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആവുന്ന ഒരു കാര്യമാണ്, ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. പ്രധാനമാണ് ബോഡി ലാംഗ്വേജ്, നമ്മുടെ കറക്റ്റായിട്ട് നട്ടലും അല്ലെങ്കിൽ ബോഡി താഴെ മുതൽ തല വരെയുള്ള ഭാഗം സ്ട്രെയിറ്റ് ലൈനായിട്ട് വെക്കുക. പിന്നെ ഒരുപാട് ബെൻഡൊന്നും കൊടുക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഈ ഒരു ലെവലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ബലൂണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുക, ഒരു ബോളൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആപ്സ് ഇങ്ങനെ വെക്കുന്ന രീതിയിൽ, ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ മടങ്ങി നിവർന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് ഇതാകുമ്പോൾ ഒരുപാട് ലോഡ് നമ്മളെ കൈക്ക് വരില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി സൂര്യനമസ്കാരം അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും അതും ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. ശരിക്കും ഈ ഒരു പോസിന് തന്നെ യോഗയിലൊരു സ്ഥാനമുണ്ട്. നമ്മൾ സൂര്യനമസ്കാരത്തിലൊക്കെ ഈ ഒരു ഭാഗം, ഒരു പ്ലാങ്ക് പോസിൽ ദണ്ഡാസനം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിരിക്കും. കാരണം അത്യാവശ്യം ഫിറ്റായിട്ടുള്ളൊരു ബോഡി ആയിരിക്കും, ഹാൻഡ് പവറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ള വ്യായാമങ്ങളോ വർക്കൗട്ടുകളൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമാവും. ഈ ഹാൻഡ് പവറൊന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റാത്തൊരവസ്ഥയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാങ്ക് വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ കൈക്കാണ് കൂടുതൽ കടച്ചിൽ വരിക. തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വയറിനും മറ്റ് ഭാഗങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ കൈകൾക്കാണ് ആ ഒരു ബലക്കുറവിൻ്റെ പ്രശ്നം വരിക. അപ്പോൾ നമുക്ക് ഇതിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പുഷപ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഇത്രയും നാളും ചെയ്തു പോകുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ബിഗിനേഴ്സ് എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മൾ ഒന്ന് മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ് മാത്രമാണ് പറഞ്ഞു വിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.